ഡൽഹി ബി.ജെ.പി. ഭരിക്കുമോ? തലസ്ഥാനത്ത് കാവിക്കൊടി പാറുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ഉയരുന്നത്. ഡൽഹി ബി.ജെ.പി. പിടിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ബി.ജെ.പി. വലിയ രീതിയിൽ തന്നെ ഡൽഹിയിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ബി.ജെ.പി. അധികാരത്തിലെത്തുകയും ചെയ്യുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു. ഡൽഹിയിലെ ഇപ്പോൾ അധികാരത്തിലുള്ള ഡൽഹിയിലെ AAP, അതായത് ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകും. ആം ആദ്മി പാർട്ടിക്ക് വിനയായത് ഒറ്റയ്ക്ക് നിൽക്കാൻ അവർ തീരുമാനിച്ചതാണ്. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ഇത്തരമൊരു ഗതികേട് വരില്ലായിരുന്നു, ബി.ജെ.പി. അധികാരത്തിൽ എത്തില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കാതെ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം എടുത്തത്. അഴിമതി ആരോപണങ്ങൾ നിരവധി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായി. എക്സൈസ് അഴിമതി ആരോപണം, വാഗ്ദാന ലംഘനം തുടങ്ങി ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങൾ ഡൽഹി സർക്കാരിനെതിരെ നിലനിന്നു. ആം ആദ്മിയുടെ തലതൊട്ടപ്പനായ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പി. അതിവിദഗ്ധമായി ഡൽഹിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, കോൺഗ്രസും AAP-യും ഒരുമിച്ച് നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ, ഒരുമിച്ച് നിന്ന് മുന്നേറിയിരുന്നെങ്കിൽ തീർച്ചയായും ഡൽഹിയിൽ ബി.ജെ.പിയുടെ ഭരണം വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വോട്ടുകൾ, മതേതര വോട്ടുകൾ ചിതറിപ്പോയി കോൺഗ്രസിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കും. അങ്ങനെയാണ് ബി.ജെ.പി. അവിടെ ഇടിച്ചു കയറിയിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ, മൃഗീയ ഭൂരിപക്ഷത്തിൽ ഡൽഹിയിൽ ബി.ജെ.പി. അധികാരത്തിൽ വരും. ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നൽകിയിരുന്നു. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നൊരു മുദ്രാവാക്യമായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. ചൂലായിരുന്നു അവരുടെ ചിഹ്നം. അത് വലിയൊരു ഒരു പ്രസ്ഥാനമായി അതിവേഗം വളർന്നു. ആം ആദ്മിയെ ജനങ്ങൾ സ്നേഹിച്ചു. ആം ആദ്മിയെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്തോറും അഴിമതിയുടെ കഥകൾ ആം ആദ്മി നേതാക്കളിൽ നിന്ന് വന്നു തുടങ്ങി. പരസ്പരമുള്ള ഗ്രൂപ്പ് പോരുകളൊക്കെ ആം ആദ്മിയിൽ സംഭവിച്ചു. ആം ആദ്മിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ചുരുക്കത്തിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വലിയൊരു പ്രതിസന്ധിയിലായി. എന്നിട്ട് പോലും കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കാൻ അവർ തയ്യാറായില്ല. കോൺഗ്രസും ആം ആദ്മിയും ബി.ജെ.പിയും വെവ്വേറെയാണ് മത്സരിച്ചത്. ഇവിടെയാണ് ബി.ജെ.പി. സ്കോർ ചെയ്തത്. മതേതര പാർട്ടികളായ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കാതെ വെവ്വേറെ മത്സരിച്ചപ്പോൾ ബി.ജെ.പിക്ക് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഡൽഹിയിൽ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തിന് നേരത്തെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ആം ആദ്മി പാർട്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസുമായ ഒരു സഖ്യത്തിൽ ആവാമായിരുന്നു. പക്ഷെ അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകാനാണ് സാധ്യത. കാരണം അത്ര ശക്തമായ മുന്നേറ്റമാണ് ബി.ജെ.പി. ഡൽഹിയിൽ നടത്തിയത് പ്രചരണ രംഗത്ത്. മോദിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തലസ്ഥാനത്ത് കാവിക്കൊടി വാർക്കുക എന്നുള്ളത്. അത് ഏകദേശം യാഥാർത്ഥ്യമാകും.